ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ 10ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റുമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു ടെക്സ്റ്റിലെ ഏറ്റവും ചെറിയ ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക കണ്ടൻറ്റിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള ചാനലല്ല. അപ്പോൾ അതിൽ ഞാൻ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസ്, അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ ക്ലാസ്സുകൾ, പിന്നെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ്, അതുപോലെ തന്നെ വ്ളോഗ്, അങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ 10ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റിലൊരു ചാപ്റ്ററാണ്, ഒരു കവിതയാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഇതെൻ്റെ അനിയത്തിയുടെ ടെക്സ്റ്റാണ്. അപ്പോൾ ഇത് കണ്ട സമയത്ത് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ പഠിച്ച സെയിം സാധനമാണ്. ഞാനിപ്പോൾ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് SSLC പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതേ ടെക്സ്റ്റ് തന്നെയാണ്, ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇങ്ങനെ എനിക്കിങ്ങനെ തോന്നിയതാണ്. പിന്നെ ഈ വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ മൊഡ്യൂളാണ് കാണിക്കാൻ പോകുന്നത്, അഥവാ ഇക്കായി. അപ്പോൾ ഇതിൽ ഇക്കായി 1, ഇക്കായി 2, ഇക്കായി 3, ഇക്കായി 4, 5, അങ്ങനെ 5 മൊഡ്യൂൾസ്, 5 ഇക്കായി ഇതിലുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ഇക്കായി 3-ലെ നാഗാർജുനൻ്റെ അക്കാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയാണ്. ഒരു ചെറിയ കവിതയാണ്, അഥവാ മൊഡ്യൂൾ 3-ലെ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് എടുക്കാൻ പോകുന്നത്. അതൊരു കവിതയാണ്, നാഗാർജുനൻ്റെ കവിതയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചെറിയൊരു കവിതയാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പഠിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ കവിതയാണ്. എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. പേജ് നമ്പർ 52-ലാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ നമ്മുടെ കവിതയുടെ പേര് ഞാൻ ഒന്നുകൂടെ പറയാണ്, അക്കാൽ ഔർ ഉസ്കെ ബാദ്. അതുപോലെ തന്നെ നമ്മുടെ കവി നാഗാർജുൻ. ഒരു കവിത പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ കവി ആരാണെന്ന്, അല്ലെങ്കിൽ ഇനി ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ രചയിതാവ് ആരാണ് നമ്മൾ ഷുവറായിട്ട് അപ്പം തന്നെ പഠിച്ചു പോവാം. അപ്പോൾ ഏതൊരു ക്ലാസ്സിലാണെന്നുണ്ടെങ്കിലും ഈ ആ ഓഥറെ പഠിക്കുക എന്നുള്ളത് മസ്റ്റാണ്. എങ്കിൽ മാത്രമേ നമുക്കൊരു എസ്സേ ഒക്കെ വരുന്ന സമയത്ത്, ടിപ്പണിയൊക്കെ എത്തുന്ന സമയത്ത് അതിൽ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. അക്കാൽ ഔർ ഉസ്കെ ബാദ്. അക്കാൽ ഇതിൽ മീനിങ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അക്കാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷാമം, ഔർ ഉസ്കെ ബാദ് ക്ഷാമവും അതിന് ശേഷവും, ഉസ്കെ ബാദ് അതിന് ശേഷം, ക്ഷാമവും അതിന് ശേഷവും. കई दिनों तक झूला रोया चकी रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी पीत पर छिपकलियों की गश्त, कई दिनों तक चूहे की भी हालत रही शिकस्त. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഹെഡിങ് തന്നെയാണ് അക്കാൽ, ക്ഷാമമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ മൊത്തമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. കൈ ദിനോം തക്, കുറേ നാളായിട്ട്, ചൂല രോയ അടുപ്പ്, രോയ കരയുകയാണ്, ചൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പ്, രോയ കരയുകയാണ്, ചക്കി രഹി ഉദാസ് അതുപോലെ തന്നെ ആട്ടുകല്ല് ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഒന്നും കൂടി പറയാണ്, കൈ ദിനോം തക് ചൂല രോയ ചക്കി രഹി ഉദാസ്, കുറേ നാളായിട്ട് അടുപ്പ് കരഞ്ഞു കൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ ആട്ടുകല്ല് ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണ്. ദെൻ കൈ ദിനോം തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, അതുപോലെ തന്നെ കൈ ദിനോം തക് ഒരുപാട് നാളായിട്ട്, കാനി കുത്തിയ സോയി ഉൻകെ പാസ്. കുത്തിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായ, കുത്ത നായ. കാനി കുത്തിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റക്കാലൻ നായ അല്ലെങ്കിൽ പട്ടി. കാനി കുത്തിയ സോയി ഉൻകെ പാസ്, അതിൻ്റെ അടുത്ത് മയങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൈ ദിനോം തക് ലഗി ബീത്ത് പർ ചിപ്കലിയോ കി ഗഷത്ത്, അതുപോലെ തന്നെ കൈ ദിനോം തക് ഒരുപാട് നാളായിട്ട്, ലഗി ബീത്ത് പർ എന്താണ്, ബീത്ത് ചുമര്, ഭിത്തിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിപ്കലിയോം കി ഗഷത്ത്, അഥവാ ചിപ്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വെറുതെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈ ദിനോം തക് ചൂഹി കി ബി ഹാലത്ത് രഹി ഷിക്കസ്ത്, അഥവാ കുറേ നാളായിട്ട് എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റാൻസ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിൽ അക്കാൽ ക്ഷാമത്തെക്കുറിച്ചാണ് പറയുന്നത്. ക്ഷാമം വന്നപ്പം, ഭക്ഷണത്തിന് ക്ഷാമം വന്നപ്പം ഉള്ള എല്ലാവരുടെയും അവസ്ഥയാണ് പറയുന്നത്. ഞാൻ ഒന്നും കൂടി ആ ഒരു സ്റ്റാൻസ റിപ്പീറ്റ് ചെയ്യാം. കൈ ദിനോം തക് ചൂല രോയ, ഒരുപാട് നാളായിട്ട് ചൂല രോയ അടുപ്പ് കരഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ചക്കി രഹി ഉദാസ്, അതുപോലെ തന്നെ ആട്ടുകല്ല് ദുഃഖിച്ചിരിക്കുകയാണ്. അവിടെ
അവർക്ക് അടുപ്പ് കത്തിച്ചുണ്ടാക്കാനോ ഒന്നുമില്ല. അതുപോലെ തന്നെ നാട്ടുകാരിൽ അരക്കാനും മാവോ അരിപ്പൊടിയോ ഒന്നും ഇല്ല എന്നാണ്, ഭക്ഷണത്തിന് ഇല്ല, ക്ഷാമമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ കൈ ദിനോം തക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, അതുപോലെ തന്നെ ഈ അടുപ്പിൻ്റെ ഈ ആട്ടുകല്ലിൻ്റെ അടുത്ത് എന്താണ്, കാനി കുത്തിയ ഒറ്റക്കാലൻ പട്ടി, കാലില്ലാത്ത പട്ടി അതിൻ്റെ അടുത്ത് ഉറങ്ങാണ്. അതിന് കഴിക്കാനൊന്നുമില്ല, വിശപ്പിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ട് ഉറങ്ങാണ്. അതുപോലെ തന്നെ കൈ ദിനോം തക് ലഗി ഭിത്ത് പർ ചിപ്കലിയോ കി ഗഷത്ത്, അതുപോലെ തന്നെ ഭിത്തിയിൽ പല്ലികളും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്താണ്. കൈ ദിനോം തക് ചൂഹി കി ബി ഹാലത്ത് രഹി ഷിക്കസ്, അതുപോലെ തന്നെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഹെഡിങ് അകാൽ, ക്ഷാമാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഔർ ഉസ്കെ ബാദ്, ഈ ക്ഷാമത്തിൻ്റെ ശേഷമുള്ളതാണ് ഈ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ദാനെ ആയെ ഗർ കെ അന്തർ കൈ ദിനോം കെ ബാദ്, അതുപോലെ തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്താണ്, ദാനെ ആയെ ഗർ കെ അന്തർ, ദാനെ ആയെ, ദാനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാന്യം, ആയെ വരികയുണ്ടായിന്ന്, എവിടെ, ഗർക്കെ അന്തർ വീടിനുള്ളിൽ, ഒരുപാട് നാളുകൾക്ക് ശേഷം ക്ഷാമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം, അഥവാ ഔർ ഉസ്കെ ബാദ് ദാനെ ആയെ ഗർക്കെ അന്തർ, എന്താണ്, വീടിനുള്ളിൽ ധാന്യമൊക്കെ വരികയുണ്ടായി. കൈ ദിനോം കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം. ധുവാം ഉഡാ ആംഗൻ സെ ഊപ്പർ കൈ ദിനോം കെ ബാദ്, അതുപോലെ തന്നെ ധുവാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുക ഉഡാ, പുക പൊങ്ങാൻ തുടങ്ങി, എവിടെ, ആംഗൻ സെ ഊപ്പർ, മുറ്റത്തിൻ്റെ മുകളിലായിട്ട്, അല്ലെങ്കിൽ മുറ്റത്ത് പുക പൊങ്ങാൻ തുടങ്ങിയെന്ന്. കൈ ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ചമക് ഉഡി ഗർഭർ കി ആങ്കെ കൈ ദിനോം കെ ബാദ്, അതുപോലെ തന്നെ ചമക് ഉഡി ഗർഭർ കി, അപ്പോൾ വീട്ടിലുള്ളവരുടെയൊക്കെ കണ്ണുകൾ എന്തായി, തിളങ്ങാൻ തുടങ്ങി. ബർക്കി ആങ്കേം, കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. കൈ ദിനോം കെ ബാദ്, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അതുപോലെ തന്നെ കവ്വേനെ ഗുജലായി പാങ്കെ കൈ ദിനോം കെ ബാദ്, അതുപോലെ തന്നെ കാക്ക ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഗുജലായി പാങ്കെ, അതിൻ്റെ ചിറകുകളൊക്കെ ചൊറിയാനും തുടങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് 2 സ്റ്റാൻസയാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഹെഡിങ് ആയിട്ട് നല്ല മാച്ചാണ്. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് അകാൽ, ക്ഷാമത്തെക്കുറിച്ചാണ്. പക്ഷേ ദെൻ സെക്കൻഡ് സ്റ്റാൻസയിൽ ഔർ ഉസ്കെ ബാദ്, പിന്നെ ആ ക്ഷാമം വന്നു പോയി അതിന് ശേഷം വീട്ടിൽ ധാന്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു കാര്യങ്ങളാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. വളരെ ചെറിയ പോയാണ്, പെട്ടെന്ന് തന്നെ പഠിക്കാൻ, നന്നായിട്ട് തന്നെ എഴുതാനും പറ്റുന്നൊരു പോയം കൂടിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.